കടപ്പൂർ ജവഹർ നഗർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, കാണക്കാരി, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നടന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ സമൂഹ മനഃസാക്ഷിയെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലഹരി വിമുക്ത ക്യാമ്പയിനിങ്ങിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികൾക്ക് അസോസിയേഷൻ സെക്രട്ടറി VN സുരേഷ് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഏറ്റുമാനൂർ നഗരസഭ കൂടല്ലൂർ കവലയിലെ പരിപാടികൾ നഗരസഭ പ്രതിപക്ഷ നേതാവ് ES ബിജു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ സംഘടിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കടപ്പൂർ ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വർത്തമാനഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ ഒരു സംസ്കാരമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം നൽകാൻ കഴിയുന്ന തരത്തിൽ ഈ കൂടല്ലൂർ കവലയിൽ നിന്ന് ഒരു ബഹുജന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സന്ദേശ യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ടത്. എന്തുകൊണ്ടും ഈ റെസിഡൻസ് അസോസിയേഷൻ എടുത്ത ഈ തീരുമാനത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്താണ് നമ്മുടെ നാടിനെ പൊതുവെ കീഴ്പ്പെടുത്തുന്ന ലഹരി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാണക്കാരി പഞ്ചായത്തിൽ മടത്തിപ്പറമ്പ് കടപ്പൂർ ജംഗ്ഷനിൽ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കിടങ്ങൂർ പഞ്ചായത്തിൽ കൂടല്ലൂരിൽ ആ ദിവസത്തെ പരിപാടികൾ സമാപിച്ചു. എല്ലാ പ്രദേശങ്ങളിലും അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ കലാപരിപാടികളും നടന്നു. പ്രിയപ്പെട്ട മാമന്മാരെ, ചേട്ടായിമാരെ, ഞാൻ ജാനറ്റ് കെ വിൻസെന്റ് ആണ്. ഞങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ചേട്ടായിമാരെയും മാമന്മാരെയും ഒക്കെ വളരെ ഇഷ്ടമാണ്. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരാറുണ്ട് അവരുടെ ചെറുപ്പക്കാലം. പാട്ട് പാടുന്ന, ഫുട്ബോൾ കളിക്കുന്ന, കൂട്ടുകാരോടൊപ്പം തമാശകളും കളിയാക്കലുകളുമായി വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുന്ന നമ്മൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ തിരിച്ചു തന്ന ചേട്ടായിമാരെ കുറിച്ചുള്ള കഥകൾ ഞാൻ ഓർക്കും. ഇങ്ങനെ നല്ല ചേട്ടായിമാർ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ചില ചേട്ടായിമാരെ കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് ഭയപ്പെടും. എല്ലാ സ്ഥലങ്ങളിലും നല്ല ജനപങ്കാളിത്തം നേടാൻ ഈ ക്യാമ്പയിനിംഗ് പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.